ലഹരിയെ ഒറ്റക്കെട്ടായി ചെറുക്കാനൊരുങ്ങി വിളത്തൂർ ജനകീയ കൂട്ടായ്മ. ലഹരി വിപത്തിനെ തടയാൻ ഒരുമിച്ചിറങ്ങിയിരിക്കുകയാണ് ഒരു നാട് മുഴുവൻ. വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിലാണ് സർവകക്ഷി യോഗം ചേർന്ന് ലഹരി എന്ന വിപത്തിനെ ചെറുക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നത്. ലഹരിക്കെതിരെ വിളത്തൂരിന്റെ മണ്ണിൽ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും ലഹരിയെ ചെറുക്കുന്നതിന് വേണ്ടി വിളത്തൂർ പ്രദേശം ഒറ്റക്കെട്ടായതിന്റെ ആദ്യ തെളിവാണ് 100-ലധികം ആളുകൾ പങ്കെടുത്ത ഈ യോഗമെന്നും പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PT മുഹമ്മദ് കുട്ടി പറഞ്ഞു. ലഹരിയെ ചെറുക്കുക, നാടിനെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യത്തിൽ വിളത്തൂരിൽ ചേർന്ന സർവകക്ഷി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊട്ട് അടുത്ത കൈപ്പുറത്തു നിന്നാണ് കഴിഞ്ഞ മാസം 8 കിലോ കഞ്ചാവ് പിടിച്ചത്. ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ദിവസവും കൊലപാതകങ്ങൾ നടക്കുന്ന ഈ സമയത്ത് പോലീസും എക്സൈസും ഒന്ന് ഊർജ്ജസ്വലമായി ഒന്ന് പ്രവർത്തിച്ചു ഈ ഒരു ആഴ്ച. അതിന്റെ അടിസ്ഥാനത്തിൽ പട്ടാമ്പി മേഖലയിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് ഏകദേശം 10-20 ചെറുപ്പക്കാരെയാണ് അറസ്റ്റ് ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് മെമ്പർ PT ഹംസ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഓഫീസർ മണികണ്ഠൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഈ ടൂർ പോയ സമയത്ത് ബസ്സിൽ പാട്ടും കളിയും കൂത്തും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസം ആണ് അതിലൊരു സുഹൃത്ത് വരുന്നത് പറയുന്നത് ഇന്നലെ നീ കഴിച്ചത് ഈ സാധനമായിരുന്നു എന്നാണ്. അപ്പോൾ അവര് ആ ജ്യൂസിൽ കലർത്തി അറിയാത്ത രീതിയിൽ കൊടുത്തു. എന്നാൽ ഈ കക്ഷി എന്ത് ചെയ്തു? അത്തരത്തിലുള്ള 4-5 ടൂറുകൾ അവൻ പിന്നീട് അറേഞ്ച് ചെയ്തു. അപ്പോ നമ്മുടെ മക്കള് അവർ ശ്രദ്ധിച്ചാലും അവര് അറിയപ്പെടാതെ ഇത്തരം ചതികളിലേക്ക് പോകാനുള്ള സാധ്യത, പ്രത്യേകിച്ച് MDMA അത് പല രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ പല രീതിയിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ കൂടി നമ്മുടെ മക്കള് പെടാൻ സാധ്യത ഉണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രദ്ധ കൂടി രക്ഷിതാക്കളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് കൂടി ഞാനിവിടെ ആവശ്യപ്പെടുകയാണ്. ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് മെമ്പർ രാമദാസ് UP, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അവറാൻകുട്ടി ഹാജി, ബാബു മുള്ളത്ത്, PS ഹമീദ്, അനീസ് PT, അമീർ മാസ്റ്റർ, വായനശാല പ്രവർത്തകരായ സുധീർ മാസ്റ്റർ, ഉസ്മാൻ മാസ്റ്റർ, പ്രദേശത്തെ ക്ഷേത്ര പള്ളി കമ്മിറ്റി ഭാരവാഹികൾ, വിവിധ മതസംഘടനാ പ്രതിനിധികൾ, ക്ലബ്ബ് ഭാരവാഹികൾ, സന്നദ്ധ പ്രവർത്തകർ, യുവജന സംഘടനാ പ്രവർത്തകർ, കുടുംബശ്രീ ആശാവർക്കർമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിന്റെ ബോർഡ് യോഗ തീരുമാനപ്രകാരം ഓരോ വാർഡുകളിലും ലഹരി വ്യാപനത്തെ തടയുന്നതിന് വേണ്ടി ജാഗ്രതാ സമിതിക്ക് രൂപം നൽകാൻ യോഗം തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം PT ഹംസ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സമൂഹത്തെ തകർക്കുന്ന മാരക വിപത്താണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരിയോടുള്ള ആസക്തി അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം ഞാൻ മനസ്സിലാക്കുന്നു. നാളത്തെ പൗരന്മാരെ വേണ്ട വിദ്യാർത്ഥികളും യുവജനങ്ങളും ലഹരിയുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് അവരെ സൂക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ വിൽക്കുകയോ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുക പങ്കാളിയായി നാടിനോടും ജനങ്ങളോടുമുള്ള എന്റെ കടമ നിറവേറ്റുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജീവിതത്തിൽ പകർത്തി ലഹരി മുക്തം കേരളം പടുത്തുയർത്താൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ന്യൂസ് ഡെസ്ക് 3 Max Live.